അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്, നമ്മൾ നിലകൊള്ളുന്നത് പുതുവർഷത്തിലെ ആദ്യ മാസമായിട്ടുള്ള മുഹറം മാസം. ആ മുഹറമിൻ്റെ അതിലുപരി പുതിയ വർഷത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിലാണല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവൻ്റെ കൃപ കൊണ്ട് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ, അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഈ ഒരു പുണ്യ രാവ്, നമുക്കറിയാം വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് ജനറലി പൊതുവെ എന്താണ്, വളരെയധികം സുപ്പീരിയറാണ്, വളരെയധികം ഫലങ്ങളുള്ള, വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട രാവും പകലുമാണ് വെള്ളിയുടെ രാവും പകലും എന്നുള്ളത് അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം. യൗമുൽ ജുമുഅ വലൈലത്തുൽ ജുമുഅ രണ്ടും വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. ഒരുപാട് നമ്മൾ ദുആകൾ വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളാണ്. ഒരുപാട് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളാണ്. എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അമൽ പറഞ്ഞുതരാം, ഒരു സ്പെഷ്യൽ സൂറത്ത്. ഈ സൂറത്ത് മനസ്സ് ഒഴിഞ്ഞിരുന്നിട്ട് ഈ ഒരു പുണ്യ രാവിലെ, അതുപോലെ തന്നെ ഇതിൻ്റെ പുണ്യ പകലിൽ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ഒഴിഞ്ഞിരുന്ന് മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യാതെ നിങ്ങൾ പോകല്ലേ. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളുകളല്ലേ, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ. നല്ല ജോലി വേണമെന്നുള്ള ആളുകളുണ്ട്, അതുപോലെ മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മക്കൾ പല രീതിയിൽ മോശമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ അവർ ആ മോശത്തരങ്ങളിൽ നിന്ന്, ലഹരിക്കടിമയായ മക്കൾ അതിൽ നിന്ന് കഴിച്ചിലാകണം, രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഭർത്താവിൻ്റെ അവിഹിതം, ഭാര്യയുടെ അവിഹിതം, അതുപോലെ തന്നെ സിഹിർ, കണ്ണീർ, അസൂയ, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം, അതുപോലെ തന്നെ ദാരിദ്ര്യം കാരണമുള്ള പ്രയാസം, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഹോസ്പിറ്റലിൽ എപ്പോഴും അഡ്മിറ്റാണ് ഓരോ രോഗങ്ങൾ കാരണം എന്താണെന്ന് അറിയുന്നില്ല. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നവരാണല്ലേ. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് വേണ്ടേ? ഇതിനൊക്കെ ഒരു രക്ഷ നമുക്ക് വേണ്ടേ? ആ ഒരു രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇതൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സ് തുറന്നൊന്ന് പറയണം. ആ തുറന്നു പറച്ചിലൂടെ ഓന് നമുക്ക് സൊല്യൂഷനും തരും. അതിന് നമുക്ക് പറ്റിയ, അതിന് ആപ്റ്റായിട്ടുള്ളൊരു സൂറത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സറിഞ്ഞിട്ട് ഈ ഒരു പുണ്യ രാവിലെ അല്ലെങ്കിൽ പകലിൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ചൊല്ലിയിട്ടൊന്ന് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഫലങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ യാതൊരു ഡൗട്ടും അതിൽ വേണ്ട, യാതൊരു സംശയവും വേണ്ട. എന്താണോ നിങ്ങൾ ചോദിക്കണത് അത് പടച്ച റബ്ബ് അങ്ങോട്ട് തരും. വേറൊരു കാര്യം ഉണർത്താനുള്ളത്, ഹൈറ് മാത്രം നിങ്ങൾ ചോദിക്കുക. ഹറാമായിട്ടുള്ള, ഒരിക്കലും നമുക്ക് ദോഷങ്ങൾ വരുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് കേടുപാടുകൾ വരുത്തുന്ന കാര്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുക. കാരണം പടച്ച റബ്ബ് അതും അങ്ങോട്ട് തരും. തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇടങ്ങാറാവേണ്ടി വരും. അപ്പോൾ അത്രക്കും നമുക്ക് ഹൈറാണെന്ന് നമുക്ക് ബോധ്യമുള്ള പടച്ചോ നമുക്ക് ഹൈറേ തരും, അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ, ഇങ്ങനെ പെട്ടെന്ന് ഫലം കിട്ടുന്ന അമലുകളൊക്കെ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുമ്പോൾ നമ്മൾ അത്രയും നമുക്ക് എല്ലാ നിലക്കും നമുക്ക് അനുകൂലമായിട്ടുള്ള, നമുക്ക് പറ്റിയ നല്ല കാര്യങ്ങൾ മാത്രമേ ചോദിക്കാൻ ശ്രമിക്കുക. ഒഫക്കനല്ലാഹ്. അമൽ എന്തായാലും പറഞ്ഞുതരാം. അന്നമൻ ഖറഅ സൂറത്ത യാസീൻ യൗമൽ ജുമുഅ സുമ്മ സഅലല്ലാഹ് ഫീ ഷൈഇ അഅതാ സുആലഹു. ഒരു വ്യക്തി വെള്ളിയാഴ്ച പകലിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീന് പാരായണം ചെയ്തു. എന്നിട്ട് പടച്ച റബ്ബിനോട് അവൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ്റെ ദുആ, അവൻ ആ ചോദിച്ചതിനുള്ള ഉത്തരം പടച്ച റബ്ബ് കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കി, യാസീൻ്റെ ഫലമാണത്. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സൂറത്ത്. അപ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞ് ഒഴിഞ്ഞിരുന്ന് ചൊല്ലിയിട്ട് നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പറയാം. ഫലം ഉറപ്പാണ്. ഈ നന്മ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.